ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ലൈഫിൽ നടന്ന ഒരു കഥയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ? എല്ലാവരും കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് അവിടെ പോകാം. അന്ന് രാവിലെ ആയിരുന്നു ഞാൻ ഹോട്ടൽ മുറിയിലെത്തിയത്. ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ ബോസ് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ താമസിച്ചേ? ഞാൻ പറഞ്ഞു, വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാ താമസിച്ചു പോയത്. പെട്ടെന്ന് എൻ്റെ ദയനീയമായിട്ടുള്ള മുഖം കണ്ട സമയത്ത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ നോക്ക്, ഗസ്റ്റ് ഇന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്കൊരു ടെൻഷൻ വന്നു. ചേട്ടാ, ആരായിരിക്കും ഇന്ന് ഗസ്റ്റ്? കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ റൂം ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു ഗസ്റ്റ് തന്നെ എനിക്കെതിരെയും കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. ഇനി അങ്ങനെ കാണും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയത് തന്നെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പണി തരുന്ന ആരും ആയിരിക്കില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് കയറി. ആ സമയം ഇട്ടിരുന്ന ഡ്രസ്സ് ചുരിദാറായിരുന്നു. ഞാൻ ബോസിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എങ്ങനെ എന്തെങ്കിലും ചുരിദാറോ ഡ്രസ്സ് ഇട്ടിട്ട് വരത്തുള്ളൂ, ഇവിടെ നിന്ന് വന്നിട്ട് മാറുന്നുള്ള കാര്യം എല്ലാം ഞാൻ ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് പേടിക്കാനൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് പഞ്ച് ചെയ്യാനാണ്. അറ്റൻഡൻസ് കറക്റ്റായില്ലെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ നേരെ പോയി പഞ്ച് ചെയ്തു. ശേഷം ഞാൻ എൻ്റെതായ സർവീസ് റൂമിലേക്കാണ് പോയത്. എനിക്ക് വേണ്ടി മാത്രം ഡ്രസ്സ് മാറാനും കാര്യങ്ങൾക്കുമെല്ലാം ബോസ് ഒരു ചെറിയ റൂം സെറ്റാക്കി തന്നിട്ടുണ്ട്. ബോസ് അത്യാവശ്യം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരികയും ചെയ്യും. അങ്ങനെയൊരു കാര്യം ഞാനും ബോസും തമ്മിലുണ്ട്. അങ്ങനെ നേരെ സർവീസ് റൂമിലേക്ക് കയറി. ശേഷം അവിടെ ചെന്നിട്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. അവിടെ എൻ്റെ യൂണിഫോം കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തത് നേരെ ഞാൻ അത് അയൺ ചെയ്ത് കൊണ്ടുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കാനില്ല. ഞാൻ ആദ്യം ഓടിപ്പോയി ആദ്യം മാറ്റിയത് യൂണിഫോം തന്നെയായിരുന്നു. യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ കണ്ണാടിയുടെ മുന്നിലേക്ക് ചേർന്ന് നിന്നു. പിന്നെ ഹോട്ടലിലെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായോണ്ട് കേട്ടോ, ഞങ്ങൾ എല്ലാം സർവീസ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്യണം. ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോകുന്നത് മേക്കപ്പ് ചെയ്ത് യൂണിഫോം എല്ലാം ഇട്ടത് കൊണ്ട് തന്നെ ആയിരിക്കണം. അത് ബോസിന് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ അതെല്ലാം ചെയ്യുന്ന നല്ല ടോപ്പ് പെർഫോമർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബോസിന് എന്നോട് ഭയങ്കര കാര്യമാണ് ആ ഒരു കാര്യത്തിലൊക്കെ. അങ്ങനെ യൂണിഫോമും കാര്യങ്ങളുമായിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ഞാൻ ആദ്യം ചെയ്തത് തലയൊന്ന് കെട്ടി, തലയൊന്ന് ക്ലിപ്പിട്ട് വെക്കണം. അത് രണ്ടാമത്തെ റൂളാണ്. അങ്ങനെയൊരു റൂളും കൂടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നേരെ പോകുന്നത് ലിപ്സ്റ്റിക് ഇടാനാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ അധികം വാരിയൊന്നും എനിക്ക് ചേർക്കാറില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത്തിരി ഭാഗം ചെറിയ രീതിയിലാണ് കേട്ടോ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ലേശം മാത്രമേ ഞാൻ അന്നത്തെ ആ ഒരു സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് സോക്സും ഷൂവും ഇട്ട് ഞാൻ നേരെ പോയത് ഗസ്റ്റിൻ്റെ അടുത്തേക്കാണ്. ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ബോസ് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതൊരു VIP ഗസ്റ്റാണ് കേട്ടോ, അതിൻ്റെ പരിഗണന കാര്യങ്ങളൊക്കെ നീ കൊടുക്കുമെന്ന് എനിക്കറിയാം, അപ്പം അതെല്ലാം ആലോചിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ എന്ന് മാത്രം ഒരു റിമൈൻഡർ പോലെ എനിക്ക് തന്നു. ആ സമയത്ത് അത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, അതൊരു ബാച്ചിലറാണ്, ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്തൊക്കെയാണ് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്ന് ബോസ് എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ ഒരു മുറിയിലേക്ക് ചെന്നു. ആ സമയത്ത് മുറിയാണെന്നുണ്ടെങ്കിൽ എല്ലാം തുറന്നു കിടക്കുകയായിരുന്നു. എങ്കിലും ഞാൻ ആ സമയം പുറകെ ആ ഒരു കതകിൽ തട്ടി വിളിച്ചു, എക്സ്ക്യൂസ് മീ, റൂം സർവീസാണ്, എനിക്കങ്ങോട്ട് കയറാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് അകത്തു നിന്ന് ആ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കയറി വന്നോളൂ, യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അകത്തേക്ക് കയറണമെന്നുണ്ടായിരുന്നു.
ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് ആളൊരു ജിമ്മനാണെന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം 32 വയസ്സ് പ്രായം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ബലിഷ്ഠനായ ഒരു മനുഷ്യൻ. ആ ഒരു സമയം ഞാൻ അയാളെ നോക്കി നിന്നു. ആഹാ, ആള് നല്ല ഗംഭീരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, സർ, ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനും അതിന്റെ സർവീസിനും വന്നതാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തോട്ടെ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിനെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നായിരുന്നു അയാളുടെ മറുപടി. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയല്ല സാർ, ഞങ്ങളിവിടെ സാധാരണ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ സാറിന് വിരോധമില്ലെങ്കിൽ ഞാനിവിടെ ക്ലീൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ അയക്കോ, പെട്ടെന്നാവണം, എനിക്ക് അധിക നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല സാർ, സാർ അകത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചു തരാം. അത് കഴിഞ്ഞ ശേഷം സാറ് കട്ടിലിൽ കയറി കിടന്നോളൂ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് ഞാൻ അയാളോട് പറയുന്ന സമയത്ത് അയാൾക്ക് ആ സമയത്ത് സന്തോഷമാവുകയും ചെയ്തു. പെട്ടെന്ന് ഞാൻ ആ സമയത്ത് ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്ത സമയത്ത് തന്നെ ആള് ബെഡിലേക്ക് കയറി കിടന്നു. ശേഷം ഞാൻ അവിടെ വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ആള് ടി വി വെച്ച് ഓരോരോ പാട്ടും കാര്യങ്ങളും ഒക്കെ ആളിങ്ങനെ അടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആളുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനും ആ ഒരു ചാനലിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. ആളുടെ ടേസ്റ്റും കാര്യങ്ങളും ചില സമയത്ത് ന്യൂസ് വെക്കുന്നുണ്ടായിരുന്നു, ചില സമയത്താണെങ്കിൽ പ്രണയഗാനങ്ങളും കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന് ഞാനങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു ആളൊരു പ്രത്യേകതരം സിനിമയും കാര്യങ്ങളും, എന്തോ ഒരു ത്രില്ലർ സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നി. കണ്ടു കഴിഞ്ഞ സമയത്ത് തന്നെ ആളിതൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. ശേഷം ഞാനൊരു പുഞ്ചിരിയോടെ, സർ, വെള്ളം എന്തെങ്കിലും എടുക്കണോ കുടിക്കാനായിട്ട് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇപ്പം വേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു മറുപടിയും പറഞ്ഞു, സർ, ഓൾവേസ് വെൽക്കം, എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ന് ഞാൻ അയാളോട് പറയുമ്പം അയാളൊരു പുഞ്ചിരിയോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എപ്പോഴായാലും വിളിച്ചിരിക്കും എന്ന് പറഞ്ഞു. ശേഷം അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പം ഞാൻ ആ ഒരു പേര് പറഞ്ഞു, എൻ്റെ പേര് ടീന എന്നാണ്. പെട്ടെന്ന് ഞാനങ്ങനെ ചോദിക്കുന്ന സമയത്ത് അയാൾ എന്നെ വിടുന്നില്ല. ശേഷം എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ മാരീഡാണ്, ഒരു കുട്ടിയുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട്, അങ്ങനെ ഒരു ചെറിയ കൂട്ടുകുടുംബമാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ എന്ന് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, സാറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കുകയോ കാര്യങ്ങളോ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ടീന, ഇപ്പൊ ഒന്നും വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങനെ വിളിച്ചോളാം, ഏത് സമയത്തും വരാൻ റെഡി ആയിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്കങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഇവിടെ പ്രസന്റ് ആയിരിക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു, യാതൊരു ബുദ്ധിമുട്ടില്ല, ഞാനിപ്പം ഏകദേശം ഒരു 12 മണിക്കൂർ ഇവിടെ തന്നെ കാണും, നൈറ്റും ചില സമയത്ത് ഞാൻ ഇവിടെ തന്നെ കാണും. പിന്നെ ബോസ് ആ ടൈമിൽ പോവുകയാണ്, പിന്നെ 1-2 സ്റ്റാഫുകളുണ്ടായിരിക്കും. സാറിന് ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും, യാതൊരു പ്രശ്നമില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആ പറയുന്ന സമയത്ത് ആളെന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നെങ്കിൽ പിന്നെ ടീന പൊക്കോളൂ, ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ രാത്രി സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എനിക്ക് വേണം കുടിക്കാനായിട്ട്, ഒരു 9-10 മണിയൊക്കെ ആവുന്ന സമയത്ത് മതി, അതൊന്നും ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാർ, ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് ഞാൻ പുറത്തുനിന്നും അകത്തേക്ക് ഇറങ്ങി. എന്നിട്ടും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ചേട്ടാ, എന്നും ഫാമിലീസ് മാത്രമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാനിതൊരു പോയിട്ടുള്ളൂ. പക്ഷേ നൈറ്റ് സമയത്ത് ഒന്നുകിൽ മെയ്ഡായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ക്ലീനിങ് സ്റ്റാഫോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും, ഇന്ന് ആരുമില്ലല്ലോ, ഇയാൾ വിളിച്ചു കഴിഞ്ഞാൽ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഈ ഒരു കഥയുടെ 2ാമത്തെ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കഥ കേൾക്കുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.